ഹായ് ഓൾ. നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ മൂന്നായി തരംതിരിക്കാം: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്നും കടത്തിവിടാതെ പ്രതിരോധിക്കുന്ന വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്നും, ഇനി ചെറിയ തോതിൽ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും നടുവിൽ ചെറിയ നേർരേഖയിൽ മാത്രം കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് എന്നും വിളിക്കാം. സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെർമേനിയം, സിലിക്കൺ മുതലായവയാണ്. ഇനി കണ്ടക്ടേഴ്സ് ആവട്ടെ മെറ്റൽസ് ആണ് കൂടുതലും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റം മോഡൽ പരിശോധിക്കാം അല്ലേ. അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? ന്യൂക്ലിയസ്, ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ, അതുപോലെ തന്നെ അതിനെ ചുറ്റിക്കൊണ്ട് ഓർബിറ്റ്സിൽ കറങ്ങുന്ന ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അല്ലേ. ഒരു ആറ്റത്തിന് ഒരുപാട് ഷെല്ലുകൾ ഉണ്ടല്ലേ. ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. ഇതിനെ ഒക്ടന്റ് റൂൾ എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സിലേക്ക് വരാം. സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. അതിൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. സിലിക്കൺ, ജെർമേനിയം മുതലായവയാണ് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. ഈ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിന്റെ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 മാത്രമാണ്. അതായത് ഈ ഒരു ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഇല്ല. സാധാരണ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ നേടുകയോ ചെയ്യണം. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സിലിക്കൺ ആറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. ഇവിടെ കോവാലന്റ് ബോണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന സിലിക്കൺ ആറ്റങ്ങൾ ടെമ്പറേച്ചർ റൈസ് ആവുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ കൊളീഷൻ സംഭവിക്കുകയും ഇലക്ട്രോൺസ് ഫ്രീ ആവുകയും ചെയ്യും. ഈ ഫ്രീ ആവുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രീ ആവുന്ന ഇലക്ട്രോൺ അത് വീണ്ടും സഞ്ചരിക്കും. അതുപോലെ 1-2 ഇലക്ട്രോൺസ്, ചുരുക്കം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് പോയി മറ്റൊരു ഹോളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ വീണ്ടും വേറെ ചില ഇലക്ട്രോൺസ് വന്ന് നമ്മുടെ മുന്നത്തെ ഹോളിലേക്ക് വന്ന് കയറും. അപ്പോൾ ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അത് കാരണം ചെറിയ തോതിലുള്ള കറണ്ട് ഫ്ലോ ഈ സെമി കണ്ടക്ടേഴ്സിൽ സംഭവിക്കും. അപ്പോൾ ഈ മൂവിങ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹോൾസും നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസുമാണ് ഇവിടെ ചാർജ് ക്യാരി ചെയ്യുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എപ്പോഴും ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ മാത്രമാണ് ഇലക്ട്രോൺസ് ഫ്രീ ആവുന്നത്. അതുകൊണ്ട് തന്നെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ് എപ്പോഴും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇതെപ്പോഴും ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടേഴ്സ് 2 ടൈപ്പാണ്: ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായി വീണ്ടും തരംതിരിക്കാം: പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പും. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണെന്ന് പറഞ്ഞല്ലോ. അത് ഒരൊറ്റ ടൈപ്പ് എലമെന്റ്സിനാൽ നിർമ്മിതമാണ്. ഇനി ഇതിന്റെ കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യും. അതിനെ നമ്മൾ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഇതിന്റെ കണ്ടക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി ഓരോ പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിലും ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനെ ഡോപ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രോസസ്സ് പറയപ്പെടുന്നത് ഡോപ്പിംഗ് എന്നാണ്. ഇനി നമ്മൾ പി ടൈപ്പും എൻ ടൈപ്പും സെപ്പറേറ്റ്ലി എടുത്ത് പരിശോധിക്കുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് ഇത് മനസ്സിലാവുന്നുള്ളൂ. ഇനി നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പരിശോധിക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് അല്ലേ. ഇത് ആദ്യം ഒരു പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആയിരിക്കും. ഇതിലേക്ക് എപ്പോഴാണ് ഇത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആവുന്നത്? ഇതിലേക്ക് ഡോപ്പിംഗ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ പെന്റാവാലന്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഇതിലേക്ക് ഡോപ്പ് ചെയ്യും. പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുള്ള ഇംപ്യൂരിറ്റീസ് ഇതിലേക്ക് എന്ത് ചെയ്യും? ഡോപ്പ് ചെയ്യും. ഇനി ഈ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്ന മൂലകങ്ങൾ, ഇവയ്ക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർസനിക്, ആന്റിമണി, ഫോസ്ഫറസ്, ബിസ്മുത്ത് ഇതൊക്കെയാണ് പറയാവുന്നവ. അപ്പോൾ ഡോപ്പിംഗ് നമ്മൾ ചെയ്യുന്ന എന്തിനായിരുന്നു? കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഡോപ്പിംഗ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സിലിക്കൺ, ഇൻ കേസ് എക്സാമ്പിൾ സിലിക്കൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 4 ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഡോപ്പ് ചെയ്യുന്ന പെന്റാവാലന്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റി എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? അതിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഉണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികം എന്താവും? ആ 4 ഇലക്ട്രോണുകളുമായിട്ട് ഇവ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടും. ഇനി ഈ ഇംപ്യൂരിറ്റീസിന്റെ കയ്യിൽ 5 ഇലക്ട്രോൺസുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ വാലൻസ് ഷെല്ലിൽ.
അപ്പോൾ 4-മായിട്ടാണ് ബോണ്ട് ആവുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഇലക്ട്രോണിന് എന്താണ് പറയുന്നത്, അത് ഫ്രീ ആയിട്ട് അവിടെ നിൽക്കും, ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് അവിടെ നിലകൊള്ളും. അത് നമ്മൾ ഡോണർ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പിംഗ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഇതുപോലെ ലഭിക്കും. ഓരോരോ ആറ്റത്തിലും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പം നമുക്ക് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം എന്ത് സംഭവിക്കും, ഇവിടെ സ്വാഭാവികമായിട്ട് കൂടും. അതുകൊണ്ട് തന്നെ ഡോപ്പിങ്ങിന് ശേഷം നമ്മൾ ഇതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, അതായത് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് കൂടുതലുള്ള കാരണം എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അതായത് പ്യൂർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിൽ നടക്കുന്ന പ്രവർത്തനവും ഇവിടെ നടക്കും. കാരണം ഇതും എന്താണ്, ബേസിക്കലി ഡോപ്പിങ്ങിന് മുമ്പ് ഇതും ഒരു പ്യൂർ സെമി കണ്ടക്ടറാണ്. അപ്പോൾ സാധാരണയായി എന്താണ് ചെയ്യുന്നത്, അവിടെ ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. ഫ്രീ ഇലക്ട്രോൺസും അതുപോലെ തന്നെ സെയിം നമ്പർ ഓഫ് ഹോൾസും ഉണ്ടാവും, ചെറിയ രീതിയിൽ ചാർജ് ക്യാരി ചെയ്യും. അതേ പ്രോസസ്സ് ഇവിടെയും എക്സ്റ്റൻഡിക് സെമി കണ്ടക്ടേഴ്സിന് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രത്യേകത എന്താണ്, ഡോപ്പിങ്ങിന് ശേഷം ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാട് ഉണ്ടാവുകയും നെഗറ്റീവ് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഒരുപാട് ഉണ്ടാവുകയും അതുപോലെ ചെറിയ തോതിൽ ഈ നേരത്തെ പറഞ്ഞ പ്രോസസ്സ്, അതായത് നോർമലി നടക്കുന്ന സെമി കണ്ടക്ടേഴ്സിൽ നടക്കുന്ന പ്രോസസ്സ് കാരണം ചെറിയ തോതിൽ ഹോൾസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാജോറിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് ആരാണ്, ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി ഹോൾസുമാണ്. ഇനി ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, ഒരു പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണല്ലേ. അതും ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ ഡോപ്പ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും, 3 ആയിരിക്കും. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ 3 ഇലക്ട്രോണുകൾ മാത്രമേ അവർക്ക് വാലൻസ് ഷെല്ലിലുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വേണം, ഈ സിലിക്കൺ ആറ്റത്തിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ എത്ര ആവശ്യമുണ്ട്, 4 ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 ഇത് ബോണ്ടിൽ ഏർപ്പെടുകയും ബാക്കി 1 അവിടെ വാക്കൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഡോപ്പിംഗ് നടക്കുമ്പോൾ 3 ഇലക്ട്രോൺസ് അവിടെ ബോണ്ടിങ്ങിലാവുകയും 1 അവിടെ വാക്കൻ്റ് ആവുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്താവും, ആ ഒരു സ്പേസ് ഹോളാണ്. പിന്നെ ഇവിടെ നമുക്ക് ചാർജിനെ പോസിറ്റീവായി കണക്കാക്കാം അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ ഡോപ്പിംഗ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഡോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഒരുപാട് നമുക്ക് ഹോൾസ് ലഭിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺസ് ജാസ്തി ആവുന്നത് പോലെ എൻ ടൈപ്പിൽ എങ്ങനെയാണോ ഇലക്ട്രോൺസ് ജാസ്തി ആവുന്നത്, അതുപോലെ പി ടൈപ്പിൽ ഡോപ്പിങ്ങിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഹോൾസിന്റെ അളവ് കൂടിക്കൂടി വരും. അപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് എന്താണ്, കൂടുതലാവാൻ തുടങ്ങും. അതുകൊണ്ട് ഇവയെ നമ്മൾ എന്ത് വിളിക്കും, പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതായത് പോസിറ്റീവ് കൂടുതലുള്ള കാരണം പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും അല്ലേ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം, അതായത് ഇതും ഒരു പ്യൂർ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിനെയാണ് ഡോപ്പ് ചെയ്യാൻ എടുക്കുന്നത് അല്ലേ. ഏത് എലമെന്റ് ആയാലും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഡോപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് പോസിറ്റീവ് ചാർജസ് ജാസ്തി ആവുന്നത്. അല്ലെങ്കിലുള്ള നോർമലി ഉള്ള ഒരു സെമി കണ്ടക്ടറിൽ നടക്കുന്ന അതേ പ്രോസസ്സ്, ചാർജ് ക്യാരിങ്ങിന് വേണ്ടി ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ ഇലക്ട്രോൺസ് ഫ്രീ ആവുന്ന പ്രോസസ്സ് ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട്, ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കാരണം നമുക്ക് മൈനോറിറ്റി കാരിയേഴ്സ് എന്തെന്ന് വിളിക്കാം, ഫ്രീ ഇലക്ട്രോൺസും. ഡോപ്പ് ചെയ്യുന്ന കാരണം ഹോൾസിന്റെ എണ്ണം ഇവിടെ ജാസ്തി ആവുന്നത് കാരണം നമുക്ക് എന്ത് വിളിക്കാം, ഒരുപാട് ഹോൾസ് ഉണ്ടാവുന്ന കാരണം നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് എന്നും വിളിക്കാം, മൈനോറിറ്റി ഇലക്ട്രോൺസും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെയും എക്സ്റ്റൻഡിക് സെമി കണ്ടക്ടേഴ്സിനെയും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണ്, പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ്. എക്സ്റ്റൻഡിക് എന്താണ്, അതിലേക്ക് ഡോപ്പിംഗ് ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പ്യുവർ ഫോം അല്ല. അതുപോലെ തന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ അവിടെ ഉള്ള ഫ്രീ ഇലക്ട്രോൺസും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും എന്താണ്, സെയിം നമ്പേഴ്സ് ആണ്. എക്സ്റ്റൻഡിക് സെമി കണ്ടക്ടേഴ്സിൽ എന്താണ്, ഡോപ്പിംഗ് ചെയ്യുന്നത് കാരണം എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് കൂടുതലും ഹോൾസ് കുറവുമാണ്, ആൻഡ് പി ടൈപ്പിൽ ഇലക്ട്രോൺസ് കുറവും ഹോൾസ് കൂടുതലുമാണ്. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഏതിനായിരിക്കും കൂടുതൽ, നമ്മുടെ പർപ്പസ് തന്നെ അതാണല്ലേ. നോർമൽ, അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനേക്കാളും കൂടുതൽ ഏതിനായിരിക്കും കണ്ടക്ടിവിറ്റി കൂടുതൽ, എക്സ്റ്റൻഡിക് സെമി കണ്ടക്ടേഴ്സിൽ. കാരണം നമ്മളത് ഡോപ്പ് ചെയ്ത് അങ്ങനെ ആക്കി മാറ്റിയല്ലേ. ഇവിടെ കണ്ടക്ടിവിറ്റിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ എക്സ്റ്റൻഡിക് സെമി കണ്ടക്ടേഴ്സിൽ നമുക്ക് ടെമ്പറേച്ചർ ഒരു ഘടകമാണ് അല്ലേ. പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടേഴ്സിൽ വരുന്ന പോലെ തന്നെ ഇവിടെയും ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ അവിടെ
കണ്ടക്ടിവിറ്റി കിട്ടും. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഡോപ്പ് ചെയ്തത് കാരണം അവിടെ നമ്മൾ എന്തുകൂടി പരിഗണിക്കണം, ഡോപ്പിംഗ് എലമെന്റ്സ്. അതെ, എത്രമാത്രം നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഡോപ്പ് ചെയ്തോ അതിനനുസരിച്ച് അതിന്റെ കണ്ടക്ടിവിറ്റിയും കൂടും. ബട്ട് നേരെ നമ്മൾ ഇൻട്രൻസിക് നോക്കുകയാണെങ്കിൽ അവിടെ ഡോപ്പിംഗ് ചെയ്യുന്നില്ല. അത് കാരണം അവിടെ എന്താണ്, അത് പ്യൂർ ഫോമാണ്, അത് ഡോപ്പിംഗ് ചെയ്യുന്നില്ല. അത് കാരണം അവിടെ ഇമ്പ്യൂരിറ്റീസ് ഇല്ല. അത് കാരണം അവിടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രം. ഇത്ര നേരം ഞാൻ ഡിസ്കസ് ചെയ്തത് സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ചില തിയറീസ് ആണ്. ഇനി ഇതിന്റെ ചില കമ്പോണൻസിന്റെ പ്രവർത്തനങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നല്ല രസമായിരിക്കും, കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും കാര്യങ്ങളെ പറ്റി.